Hi students, welcome back to QA Focus. ഇന്ന് ഇലക്ട്രോകെമിസ്ട്രിയിലെ പാർട്ട് 2 ആണ്. ബാക്കി ടോപ്പിക്സിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സോൾട്ട് ബ്രിഡ്ജ് എന്താണെന്നാണ്. ഫങ്ഷൻസ് ഓഫ് സോൾട്ട് ബ്രിഡ്ജ്. അതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് സോൾട്ട് ബ്രിഡ്ജ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു യു ഷേപ്ഡ് ഗ്ലാസ് ട്യൂബാണ്. അതിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നത് ഫിൽഡ് വിത്ത് അഗർ അഗർ. ഈ അഗർ അഗർ എന്ന് പറയുന്നത് ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. ജെല്ലി പോലിരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് അയോൺസിനെ ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തുനിന്ന് എക്സ്ട്രാ അയോൺസ് ഒന്നും വരത്തില്ല. അതായത് നോൺ ഇലക്ട്രോലൈറ്റ് ആണിത്. നോൺ ഇലക്ട്രോലൈറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് അയോൺസ്. അയോൺസ് ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അഗർ അഗർ എന്ന് പറയുന്നത് ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ്, നോൺ ഇലക്ട്രോലൈറ്റ് ആണ്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല? പ്രത്യേകിച്ച് അയോൺസ് ഒന്നിനെയും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ബാക്കി ഇനി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് യു ഷേപ്ഡ് ഗ്ലാസ് ട്യൂബാണ്. അതിനകത്ത് എന്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്? അഗർ അഗർ ആൻഡ് ഇനേർട്ട് ഇലക്ട്രോലൈറ്റ്. ഇനേർട്ട് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്. ലൈക്ക് KNO3, KCl, അമോണിയം നൈട്രേറ്റ് എക്സെട്ര. അതായത് സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് യു ഷേപ്ഡ് ഗ്ലാസ് ട്യൂബ് ഫിൽഡ് വിത്ത് അഗർ അഗർ ആൻഡ് ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് ലൈക്ക് KNO3, KCl, NH4, NO3 എക്സെട്ര. ഇതിനെയാണ് എന്ത് പറയുന്നത്? സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇനി ഈ സോൾട്ട് ബ്രിഡ്ജിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ആക്ട് ആസ് ഇലക്ട്രിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ടു ഹാഫ് സെൽസ്. രണ്ട് ഹാഫ് സെല്ലിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻ, രണ്ടിനെയും തമ്മിൽ ഇലക്ട്രിക്കലി കണക്ട് ചെയ്യാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ടോപ്പിക്കിനകത്ത് നമ്മൾ നോക്കിയായിരുന്നു. കണ്ടോ, രണ്ട് ഹാഫ് സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സോൾട്ട് ബ്രിഡ്ജ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ രണ്ട് സൊല്യൂഷനെയും തമ്മിലുള്ള ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സോൾട്ട് ബ്രിഡ്ജാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് ഏതാണെന്നുള്ളത് നോക്കാം. കീപ്സ് ബോത്ത് സൊല്യൂഷൻ ഇൻ എ ഗാൽവാനിക് സെൽ ന്യൂട്രൽ. രണ്ട് സെല്ലിലെയും ഇലക്ട്രോലൈറ്റിനെ എന്തായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്? സൊല്യൂഷനെ ന്യൂട്രലായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അലോസ് ദ ഡിഫ്യൂഷൻ ഓഫ് അയോൺസ് ഫ്രം വൺ ഇലക്ട്രോഡ് ടു അനദർ. സോൾട്ട് ബ്രിഡ്ജിൽ കൂടി അയോൺസിനെ ഒരു സൊല്യൂഷനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോഡിൽ നിന്ന് മറ്റേ ഇലക്ട്രോണിലേക്ക് പാസ് ചെയ്യാനായിട്ട് സോൾട്ട് ബ്രിഡ്ജ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രിവെൻറ്റ്സ് ദ മിക്സിംഗ് ഓഫ് സൊല്യൂഷൻ. ആര് ഡയറക്റ്റായിട്ട് മിക്സ് ചെയ്യുന്നില്ല? രണ്ട് ഹാഫ് സെല്ലിനകത്തും വരുന്ന സൊല്യൂഷൻ ഇലക്ട്രോലൈറ്റ് ഡയറക്റ്റായിട്ട് മിക്സ് ചെയ്യുന്നില്ല. അപ്പം ഇലക്ട്രോലൈറ്റ്സിനെ ഡയറക്റ്റായിട്ട് മിക്സ് ചെയ്യിക്കാതെ തന്നെ അയോൺസിനെ ഒരിടത്തുനിന്ന് മറ്റിടത്തേക്ക് പാസ് ചെയ്യാനായിട്ട് സോൾട്ട് ബ്രിഡ്ജ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് ദ ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ. അതായത് അയോൺസ് ഒരിടത്ത് തന്നെ അക്യുമുലേറ്റ് ചെയ്യാതെ ഒരു സൊല്യൂഷനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഹാഫ് സെല്ലിൽ നിന്ന് മറ്റേ ഹാഫ് സെല്ലിലേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ എന്ത് വരുന്നില്ല? ജംഗ്ഷൻ പൊട്ടൻഷ്യൽ കൂടുന്നില്ല. അല്ലെങ്കിൽ ഈ സൊല്യൂഷനകത്ത് അയോൺസ് ഡെപ്പോസിറ്റ് ചെയ്ത് കിടന്നിട്ട് ഒരിടത്ത് പ്ലസ് ചാർജ് കൂടി വരുന്നു, മറ്റേ അടുത്ത് മൈനസ് ചാർജ് കൂടി വരുന്നു എന്ന് വെച്ചാൽ അവിടെ എന്ത് വരും? ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യാതെ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സോൾട്ട് ബ്രിഡ്ജ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. വാട്ട് ഹാപ്പൻസ്
ഇഫ് സോൾട്ട് ബ്രിഡ്ജ് ഇസ് റിമൂവ്ഡ്, നമ്മൾ ആ സൊല്യൂഷനിൽ നിന്ന് അല്ലെങ്കിൽ ആ ഗാൽവാനിക് സെല്ലിൽ നിന്ന് സോൾട്ട് ബ്രിഡ്ജ് നമ്മളങ്ങ് റിമൂവ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? സോൾട്ട് ബ്രിഡ്ജ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തില്ല? ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അതായത് സെൽ വിൽ നോട്ട് ബി ഏബിൾ ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. ദ സെൽ will not produce electricity. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. കാര്യം എന്താ? പോസിറ്റീവ് അയോൺസ് എല്ലാം കൂടി ഒരു ഹാഫ് സെല്ലിൽ കണക്ട് ചെയ്യും. ഏതെങ്കിലും ഒരു ഹാഫ് സെല്ലിൽ പോസിറ്റീവ് ഇലക്ട്രോൺസ് എല്ലാം കൂടി വരും. അതുപോലെ മറ്റേ ഹാഫ് സെല്ലിലോ നെഗറ്റീവ് അയോൺസ് എല്ലാം കൂടി കളക്ട് ആവും. അതർ ഹാഫ് സെൽ എന്ന് വെച്ചാൽ അവിടെ എന്ത് ഫ്ലോ വരുന്നില്ല? ഇലക്ട്രോണിന്റെ ഫ്ലോ വരുന്നില്ല. ഇലക്ട്രോൺ ഫ്ലോ വരുന്നില്ലെങ്കിൽ അവിടെ എന്ത് നടക്കത്തില്ല? ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് അവിടെ പാസ് ചെയ്യത്തില്ല. ദാറ്റ് മീൻസ് സെല്ലിനകത്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാതാവും? ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാതാകും. അപ്പോൾ സോൾട്ട് ബ്രിഡ്ജ് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ദ സെൽ വിൽ നോട്ട് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. ആ ഗാൽവാനിക് സെല്ലിനകത്ത് പിന്നെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ഓക്കെ, അടുത്ത നമ്മൾ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലേക്കാണ്, ഇമ്പോർട്ടൻറ്റ് പാർട്ടിലേക്കാണ് പോകുന്നത്. അറിയായിരിക്കും, പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടോ അല്ലേ ഇപ്പം ക്ലാസ്സിൽ? നേൺസ്റ്റ് ഇക്വേഷൻ. നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ആര് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതാണ്? ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിക്കേ പഠിച്ചിട്ടുണ്ടെങ്കിൽ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും അയോണിക് കോൺസെൻട്രേഷനും തമ്മിലുള്ള റിലേഷനെ കാണിക്കുന്നതാണ് ആര്? നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ and ionic concentration of electrolyte. It gives the relation between electrode potential and the ionic concentration of the electrolyte. Okay, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇലക്ട്രോഡ് റിയാക്ഷൻ നമുക്ക് നോക്കാം. Just consider one reaction. Okay. ഇതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താ വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് എഴുതി നോക്കാം. m n plus plus n ഇലക്ട്രോൺസ് ഗിവ്സ് m. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താ വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, നേൺസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ഇലക്ട്രോലൈറ്റ് അയോണിക് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റും കൂടി കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണിത്. ഇവിടെ R എന്ന് പറയുന്നത് നമുക്കറിയാം യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, 314 ജൂൾ പെർ കെൽവിൻ മോളാണ്. T എന്ന് പറയുന്നത് 298 കെൽവിൻ ആണ്.
n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ഇലക്ട്രോഡ് റിയാക്ഷനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ്. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് എഫ് എന്ന് പറയുന്നത് ഫാരഡേ കോൺസ്റ്റന്റ് ആണ്. എഫ് ഇസ് ഫാരഡേ കോൺസ്റ്റന്റ്. ഫാരഡേ കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുന്നത് കൂളം പെർ മോളാണ്. കൂളം പെർ മോളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ വാല്യൂസ് നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. അതായത് (8.314 into 298 by n into f അല്ലേ? എഫ് എന്ന് പറയുന്നത് 96487 ആണ്. ഇനി ഈ ലോഗിനെ, നാച്ചുറൽ ലോഗിനെ ലോഗ് ടു ദ ബേസ് 10 ആക്കി മാറ്റാനായിട്ട് നമ്മൾ ഇതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇൻറ്റു 2.303 ലോഗ്. ഇനി ഇതിൻ്റെ വാല്യൂ 1 ആണ്, ഇത് 1 ആണ്. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ എന്ത് കിട്ടും? 1/mn+ എന്ന് കിട്ടും. ഇവിടെ നമുക്ക് 8.314 ഉണ്ട്, ഇൻറ്റു 298 ഉണ്ട്, ഇൻറ്റു 2.303 ഉണ്ട്, ഡിവൈഡഡ് ബൈ n ഇൻറ്റു 96487. ഇതെല്ലാം കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 0.059 ബൈ, ഇവിടെ ഇനി ആരുണ്ട്? ഒരു n ഉണ്ട്, ലോഗ് 1/, ഇവിടെ ആരുണ്ട്? n + mn + m. ഓക്കെ, അപ്പോൾ നേൺസ്റ്റ് ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടി? ഈ mn + (m) ഈക്വൽ ടു E0 mn + (m) മൈനസ് 0.059 by n log 1 / concentration of mn+. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം ഇതിനെ? E cell is equal to 0 cell minus 59 by n log 1/. ഓക്കെ, ഇനി ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ പഠിക്കാൻ പറ്റാത്തവരാണെങ്കിൽ, ഇത് ഒത്തിരി ലെന്തി ആയിട്ട് തോന്നുന്നു, ഇങ്ങനെ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും പഠിച്ചിടുക. ഫുള്ളായിട്ട് അത് മുഴുവനായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, ഓർത്തിട്ട് കിട്ടുന്നില്ല, എഴുതാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ എക്സാം ഇങ്ങ് അടുത്തു ഫുള്ളായിട്ട് പഠിച്ചിട്ടില്ല, അപ്പം ലാസ്റ്റ് ടൈമിൽ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത് മാത്രമായിട്ടെങ്കിലും പഠിച്ചിട്ടേക്കണേ. അങ്ങനെയാണെങ്കിൽ ഗാൽവാനിക് സെല്ലിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. The electrode potential for any concentration of Cu2+ and Zn2+ ions. നമ്മൾ ഡാനിയൽ സെല്ലിൻ്റെയാണ് നമ്മളിവിടെ എഴുതി നോക്കുന്നത്. അപ്പോൾ
അപ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് നമുക്ക് കാഥോഡ് റിയാക്ഷൻ നമുക്ക് എഴുതി നോക്കാം. കാഥോഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കാഥോഡിലാകുമ്പോഴത്തേക്കും ഈ Cu2+ ബാർ Cu ഈക്വൽ ടു, അതായത് നമ്മളിവിടെ എഴുതിയതുപോലെ തന്നെ ഓക്കെ, Mn+ ബാർ M ഈക്വൽ ടു E0 Mn+ ബാർ M. ഇതേപോലെ തന്നെ നമ്മളിവിടെ എന്ത് എഴുതി, കാഥോഡിൽ നടക്കുന്നത് കോപ്പർ ആയതുകൊണ്ട് Cu ആയതുകൊണ്ട് Cu2+ ബാർ Cu ഈക്വൽ ടു E0 Cu2+ ബാർ Cu. ഇനി RT ബൈ, ഇവിടെ എന്നിൻ്റെ വാല്യൂ 2 ആണ്, അതുകൊണ്ട് 2F ലോഗ് നാച്ചുറൽ ലോഗ് ആണ് 1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cu2+. അതുപോലെ തന്നെ ആനോഡിന് നമുക്ക് എന്ത് എഴുതാം, ഫോർ ആനോഡ് ഓൾസോ ഈ Zn2+ ബാർ Zn ഈക്വൽ ടു E0 Zn2+ ബാർ Zn മൈനസ് RT ബൈ 2F നാച്ചുറൽ ലോഗ് 1 ബൈ Zn2+. ഇനി സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് ആണ്. ശരിയാണോ? ഈ കാഥോഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അതിൻ്റെ നോട്ട്സും ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി വീഡിയോയെ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ്. ഇവിടെ നമുക്ക് ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, E0 സെല്ലായിരിക്കും. അതുപോലെ ഈ രണ്ട് ക്വാണ്ടിറ്റിയും കൂടി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് RT ബൈ 2F ലോഗ് Zn2+ കോൺസെൻട്രേഷൻ ബൈ Cu2+ കോൺസെൻട്രേഷൻ. ഇനി നമ്മളിവിടെ എന്ത് ചെയ്യണം, ഇതിൻ്റെയൊക്കെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. നമുക്കറിയാം RT ബൈ എഫും അതുപോലെ തന്നെ ലോഗ് കൺവേർട്ട് ചെയ്യാനായിട്ട് 2.303 ആഡ് ചെയ്ത് കൊടുക്കണം. അതത്ര ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 0.059 ബൈ E2 ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Zn2+ ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cu2+. ഇനി ഇവിടെ ഇതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് പറഞ്ഞു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് E0 സെല്ല് കിട്ടുമെന്ന് പറഞ്ഞു. ഇതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് കാഥോഡിൽ നമുക്ക് RT ബൈ 2F ലോഗ് 1 ബൈ മൈനസ് +2 ആണ്. ഇതിനകത്ത് നമുക്ക് RT ബൈ 2F നമുക്ക് പുറത്തെടുക്കാം. ബാക്കി നമുക്ക് ലോഗ് 1 ബൈ Cu2+ മൈനസ് ലോഗ് 1 ബൈ Zn2+ ആണ്. ആക്ച്വലി ഇത് എന്ത് ഫോമിലാണ് ഇതെന്ന് പറയുന്നത് ലോഗ് എ മൈനസ് ലോഗ് ബിയുടെ ഫോമിലാണ്. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറയുന്നത് എന്താ, ലോഗ് എ ബൈ ബി ആണ്. ലോഗ് എ ബൈ ബി ആണ്. അങ്ങനെയെങ്കിൽ നമുക്കത് ആ ഫോമിലേക്ക് നമുക്കൊന്ന് എഴുതി നോക്കാം. F ലോഗ് എ ബൈ ബി, എ എന്ന് പറയുന്നത് ഇതാണ്, 1 ബൈ Cu2+ ബൈ 1 ബൈ Zn2+ എന്ന് പറയുമ്പോൾ RT ലോഗ്, ഇത് ന്യൂമറേറ്ററിലേക്ക് വരും, ഇത് ഡിനോമിനേറ്ററിലേക്കും പോകും. കണ്ടോ, ഇങ്ങനെയാണ് ഇത് കിട്ടുന്നത്. നമുക്ക് നാച്ചുറൽ ലോഗിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ബൈ 2F ഉണ്ട്. നാച്ചുറൽ ലോഗിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ലോഗ് ടു ദ ബേസ് 10ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2.303 കൂടി വരും. ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് Zn2+ ബൈ Cu2+ വരുന്നത് ഇങ്ങനെയാണ്. കിട്ടിയോ? ഇനി
ഇതും ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കി പഠിക്കണമെന്നുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് മാത്രമാണ് ഞാൻ ഇത് ഇത്രയും കൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതിയത്. നാച്ചുറൽ ലോഗ് എ മൈനസ് നാച്ചുറൽ ലോഗ് ബി, ദറ്റ് ഈസ് ലോഗ് എ ബൈ ബി വരും. എ ബൈ ബി എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഫോമിലേക്ക് കിട്ടും എന്നുള്ളത്. ഇനി അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളിത് ജസ്റ്റ് നേരിട്ടങ്ങ് ബൈ ഹാർട്ട് ചെയ്താൽ മാത്രം മതി. Nernst equation for galvanic cell എന്ന് പറയുന്നത് E cell equal to E0 cell minus RT by 2F log concentration of Zn2 plus by concentration of Cu2 plus. അല്ലെങ്കിൽ ഇത് നോക്കിക്കേ, Zn2 plus എന്ന് പറയുന്നത് ശരിക്കും ആനോഡാണോ? ആനോഡിലുള്ള അയൺ കോൺസെൻട്രേഷൻ ആണോ? ഇതെന്ന് പറയുന്ന കാഥോഡിലുള്ളതാണോ? അങ്ങനെയെങ്കിൽ നമുക്കിതിനെ എങ്ങനെയും നമുക്ക് എഴുതാം, ലോഗ് ആനോഡ് കോൺസെൻട്രേഷൻ ബൈ കാഥോഡ് കോൺസെൻട്രേഷൻ വേണമെങ്കിൽ നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും. അതായത് E0 സെൽ മൈനസ് 0.059/2 ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് ദി അയോൺസ് ഇൻ ദി ആനോഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് ഇൻ ദി കാഥോഡ്. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ ഇതങ്ങ് എഴുതി പഠിച്ചേക്കണം കേട്ടോ. ഇനി ഒട്ടും തന്നെ ടൈം ഇത് പഠിക്കാനായിട്ട് ഇനി വേറെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട. ഇപ്പം തന്നെ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് എഴുതി പഠിച്ച് പോയേക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്കിനി കൂടുതൽ ടോപ്പിക്സുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുതേ. താങ്ക് യു.